ഇന്ന് നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. പാർലമെന്റിലും പുറത്തുമൊക്കെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. നാളെ പാർലമെന്റിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയമായി വിഷയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നമ്മൾ പാർലമെന്റിൽ കണ്ടു. അതിനിടയിൽ രാഷ്ട്രപതി ഈ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ വിമർശിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ആ രീതിയിൽ പാർലമെന്റ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരാമർശങ്ങൾക്കടക്കം വേദിയാകുന്നത് കണ്ടു. പ്രതിപക്ഷത്തിന്റെ നിലപാടടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ദില്ലിയിൽ നിന്ന് സിബി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. മനു, 18ാം ലോക്സഭയിലെ ആദ്യ സമ്മേളനത്തിന് 4ാം ദിവസമായി ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം തന്നെയായിരുന്നു ഏറെ ശ്രദ്ധാകേന്ദ്രം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടും ഈ വരുന്ന 5 വർഷക്കാലം എങ്ങനെയായിരിക്കും സർക്കാരിൻ്റെ പദ്ധതികളെന്ന ഒരു വിവരണം കൂടിയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയത്. ഇതിൽ ഏറെ ശ്രദ്ധേയമായത് ഈ നീറ്റ് വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഒരു പരാമർശം തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുമായിരുന്നു ദ്രൗപദി മുർമുവിൻ്റെ വാക്കുകൾ. ഈ നീറ്റ് വിഷയത്തെ ഒരു രാഷ്ട്രീയമായി കാണാതെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്നും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിഹാരം കാണണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. അതുകൂടാതെ ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉണ്ടായ ക്രമക്കേടിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനെതിരെ ഒളിയമ്പുകൾ എഴുതുകൊണ്ട് സ്പീക്കർക്ക് പിന്നാലെ രാഷ്ട്രപതിയും ഈ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയുള്ളൂ എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനങ്ങളാണെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. അതുകൂടാതെ ഭരണഘടനയെ ആക്രമിക്കുന്ന ദിനങ്ങളായിരുന്നെന്നും അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആ സമയത്ത് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിക്കുന്ന കാഴ്ചയും ഇത്തരത്തിൽ കാണാൻ കഴിഞ്ഞു. കൂടാതെ നാരിശക്തി പോലുള്ള കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുകൊണ്ട് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കുന്നതിനും പാർലമെൻറ്റ് സാക്ഷിയായി. എന്തായാലും ഒരു തികച്ചും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ ഒരു വികസനങ്ങൾ എടുത്തു ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗമായിട്ട് തന്നെയാണ് നമുക്ക് ഈ രാഷ്ട്രപതിയുടെ പ്രസംഗം, ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ കാണേണ്ടത്. എന്തായാലും ഇനിയിപ്പോൾ നാളെ അതിൽ നന്ദി പ്രമേയ ചർച്ച ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ പാർലമെൻറ്റ് ആരംഭിക്കുമ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നീറ്റ് വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം വൈകിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുകയും ഈ നീറ്റ് വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാനും അത് നോട്ടീസായി നൽകാനും തീരുമാനിച്ചു. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും രാജ്യസഭയിലും ലോക്സഭയിലും ഉന്നയിക്കും. മാത്രമല്ല രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ നാളെ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കും. അതുകൂടാതെ എല്ലാ സഖ്യകക്ഷികളും നോട്ടീസ് നൽകിക്കൊണ്ട് ഈ പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയ ചർച്ച പോലെ ഇത് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇത് പ്രത്യേകമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നാളെ പാർലമെൻറ്റ് സമ്മേളനം ചേരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്നതും ഈ നീറ്റ് വിഷയം തന്നെയാകും. ഇനി നാളെ നന്ദി പ്രമേയ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ ഈ നീറ്റ് വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇതിൽ ഉന്നയിക്കുകയും ഇതിൽ ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്യും. എന്തായാലും നാളെ നീറ്റ് വിഷയത്തിൽ പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മനു. സിബി ദില്ലിയിലും തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. പാർലമെന്റിൽ ഇന്ന് നടന്ന സമഗ്രമായ സംഭവവികാസങ്ങൾ, നീറ്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട്, അവരുടെ പ്രതിഷേധം പാർലമെന്റിലേക്ക് വളരെ ശക്തമായി ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ അടിയന്തര പ്രമേയമായി ലോക്സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാനാണ് തീരുമാനം. അതിനുവേണ്ടിയുള്ള യോഗങ്ങളൊക്കെ ചേർന്നു. ആ രീതിയിലുള്ള സമഗ്ര വിവരങ്ങളാണ് നമ്മൾ കണ്ടത്.